ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവഴുത്തുകളെ ആഴമായി സ്നേഹിക്കുകയും വായിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യോത്തര പങ്ക്തിയിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ അനേകം എപ്പിസോഡുകളിൽ കർത്താവിൽ പ്രസിദ്ധനും ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകരുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ പ്രേക്ഷകരിൽ നിന്നുള്ള അനേകം ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകി കഴിഞ്ഞു. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ഇന്നും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം പറയുവാനായി ബാബു സർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തോടനുബന്ധിച്ച ഒരു ചോദ്യമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു: സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഈ വചനത്തിന്റെ ഒരു വിശദീകരണമാണ്. നല്ല ചോദ്യമാണ്. നമുക്ക് വിശദീകരണത്തിൽ കിടക്കാം. വലിയ ദീർഘമായ വിശദീകരണമുള്ള ചോദ്യമല്ലത്. ഓക്കെ. സൗമ്യത എന്ന് പറഞ്ഞാൽ മീക്ക്നെസ് എന്ന് പറഞ്ഞ വീടിന്റെ അർത്ഥം ഐ ആം നോട്ട് റെഡി ടു ഫൈറ്റ് എന്നാണ്. ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കാൻ തയ്യാറല്ല. ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കാൻ തയ്യാറല്ല ഇൻ എനി സിറ്റുവേഷൻസ്. ഒരു സിറ്റുവേഷൻ എന്റേതായ സാധനങ്ങൾ, സാമഗ്രികൾ, വസ്തുവകകൾ നീ പിടിച്ചെടുക്കുക. നീ ദുഷ്ടനായിട്ടില്ലേ എന്താണ് ചെയ്യുന്നത്? ദൈവജനം ഡോണ്ട് റെസിസ്റ്റ് ദി ഈവിൾ വൺ. ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ ഉടുപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതിന് പുതപ്പോളം കൊടുത്തേക്കണം. തീർന്നല്ലോ. അപ്പൊ ആൾക്കാർ കഴിക്കും, അയ്യേ മണ്ടൻ അല്ലേ, മണ്ടൻ. പക്ഷെങ്കിൽ മുകളിലൊരു ദൈവം ഇരിപ്പുണ്ട്. ആ ദൈവം സ്വർഗത്തിൽ നിന്ന് വിധി കൽപ്പിക്കും. അവിടെ നിന്ന് വിധി കൽപ്പിച്ചാൽ നിന്നെയോ നിന്റെ പ്രോപ്പർട്ടിയോ തൊടാൻ ആർക്കും പറ്റത്തില്ല. നിനക്കുള്ള ഒന്നിനെ തൊടാൻ പറ്റത്തില്ല. കാരണം ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന് ഇരിക്കത്തില്ല. ആ വചനത്തെ മുറുകെ പിടിച്ചിട്ടുള്ള ദൈവമേ, ബലവാനും ബലഹീനനും തമ്മിലൊരു കാര്യമുണ്ടായി. ഞാൻ ബലഹീനനും അവൻ ബലവാനുമാണ്. അങ്ങല്ലാതെ സഹായിക്കാൻ ആരുമില്ല. വാക്യത്തിന് ഒന്നാമത്തെ അർത്ഥം, നിന്റെ വിഷയത്തിൽ ദൈവം ഇറങ്ങി വരും. ഇറങ്ങി വരും. ഇയ്യോബിന്റെ സഹോദരൻ നഷ്ടപ്പെട്ടല്ലേ? ഇയ്യോബ് പറയാം, എനിക്കൊരു കാര്യം അറിയാം, എന്നെ വീണ്ടെടുക്കുന്നതും ജീവിച്ചിരിപ്പുണ്ട്. ഒരു ദിവസം ഈ പൊടിയാൽ ഇറങ്ങി നിൽക്കും, അതെനിക്കറിയാം അല്ലേ. ഇയ്യോബ് നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം ഈ ഭൂമി തിരിച്ചു കൊടുത്തു. ഇതുപോലെ ഞാൻ ദൈവവൈതലായി എന്നുള്ളത് കൊണ്ട് ഭൂമിയിൽ നഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ, അങ്ങനെ കഷ്ടം സഹിക്കേണ്ടി വന്ന ഒരു വലിയ തലമുറ മുൻപ് നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നു. പെന്തക്കോസ്തി പോയതുകൊണ്ട് കുടുംബത്തിന് ഇറക്കി വിട്ടു. കുടുംബസ്വത്ത് കൊടുത്തില്ല, പുരേടം കൊടുത്തില്ല, വസ്തു കൊടുത്തില്ല. നമ്മുടെ പ്രസിദ്ധിയായ സുവിശേഷ പ്രസംഗ അന്നമ്മ മാമന് ഒന്നും കൊടുത്തില്ല, ഇറക്കി വിടുമ്പം അല്ലേ. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും
കഷ്ടത്തിന് കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലം. അവര് നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിച്ച് അവരെന്ത് ചെയ്തു? ഇതെല്ലാം സഹിച്ചു. ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. പറഞ്ഞാൽ അവർ പറഞ്ഞു, എനിക്കൊന്നും റിക്കമ്പൻസ് വേണ്ട, പോട്ടെ. പോയിക്കോട്ടെ. ഇങ്ങനെ പരനായി കഷ്ടം സഹിച്ചവർ, പാരിൽ വിശുദ്ധി തികച്ചവർ, അല്ലെങ്കിൽ ഈ പ്രസിദ്ധനായ ഒരു പഴയ അച്ഛനുണ്ട്, സക്കായി അച്ഛൻ എന്ന് പറയും. ഉം. കങ്ങഴി ഉണ്ടായിരുന്നു, കുട്ടികൾക്കൊന്നും അറിയത്തില്ല. സക്കായി അച്ഛന്റെ പാട്ടാണ്, പൊന്മണി വാണ്യ അവൻ എനിക്ക് എനിക്ക് തരും. വസ്ത്രം, നാഥൻ എന്നെ ധരിപ്പിക്കുമെന്ന്. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ട് മരിച്ചവർ അവരിവിടെ ഇറങ്ങി വരും. മിശിഹായോടുകൂടെ വാഴും. എന്തിന്? ഈ ഭൂമി അവകാശമാക്കാൻ അല്ലേ? എന്നിട്ടോ 1000 വർഷം ഈ ഭൂമിയുടെ മുതലാളിമാരായിട്ട് അവർ ഭരിക്കും. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് വാളും പരിഞ്ഞും ഇവിടുത്തെ അയലോക്കക്കാരനെ കുത്താനും വെട്ടാനും നശിപ്പിക്കാനും ഒക്കെ ഇറങ്ങുന്നവൻ, ഒരവകാശവും ഇല്ലാതെ ഈ രക്തപ്രിയൻ ആയുസിന്റെ പകുതിയോളം ജീവിച്ചിരിക്കത്തില്ല. ഈ ഭൂമിയിൽ അവൻ വെട്ടിപ്പിടിക്കുന്ന ഒന്നും അവൻ അനുഭവിക്കത്തില്ല. ഇനി ഇത് കഴിഞ്ഞാൽ അവന് നിത്യതയുണ്ടോ ഈ ഭൂമിയിൽ? ഇല്ല. അതുമില്ല. അതിനുകൊണ്ട് വാഴ്ചയുണ്ടോ? ഇല്ല. അവൻ വെട്ടിയതും പിടിച്ചതും നേടിയതും കുത്തിക്കൊന്നതും അവകാശമാക്കിയതും പിടിച്ചു പറിച്ചതും കണക്കിലും കള്ളക്കേസിലും എഴുതിയെടുത്തതും അവൻ അനുഭവിക്കുമോ? അനുഭവിക്കത്തില്ല. But those who are meek, they say, no, I am not ready to fight. എനിക്ക് കുടുംബത്വത്തിന് വേണ്ടി പോലും ഫൈറ്റ് ചെയ്യുന്നില്ല. അതിനുവേണ്ടി പോലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നില്ല. എന്ന് പറയുമ്പോൾ നീ എല്ലാം നഷ്ടപ്പെട്ട ഭൂമി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന അല്ല, അത് തിരികെ കൊണ്ടുതരാൻ ദൈവത്തിന് കഴിയും. 2, അതുകൊണ്ട് ദൈവം ഇല്ല, നീ ഇവിടെ തിരിച്ചു വരും അവകാശമാക്കാൻ. അതതിൻ്റെ അർത്ഥം. നമ്മള് ഇതിനു മുമ്പൊരു എപ്പിസോഡില് സാറ് ക്രിസ്ത്യൻ ബിലീഫ് ആൻഡ് ക്രിസ്ത്യൻ ബിഹേവിയർ എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഈ ക്രിസ്ത്യൻ ബിഹേവിയറിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ ഈ സൗമ്യത എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് 100% ക്രിസ്ത്യൻ ബിഹേവിയറിന്റെ ഭാഗമാണ് സൗമ്യത. That's absolutely necessary. Yes. Thank you very much, sir. അടുത്ത ചോദ്യം ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. യേശുക്രിസ്തു എന്റെ പിതാവെന്ന് പറയുന്നത് ആരെയാണ്? യഹോവയായ ദൈവമാണോ അതോ മറ്റാരെങ്കിലും ആണോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവയിൽ യഹോവയുടെ സ്ഥാനം എന്താണ്? ഞാനിപ്പോ എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു ആൻസർ. കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അപ്പുറമുള്ള ഒരു എൻറ്റിറ്റിയാണ് ദൈവത്തിന്റെ ട്രിനിറ്റി എന്ന് പറയുന്നത്. ദൈവീയ തൃത്വം എന്ന് പറയുന്ന ആ അസ്തിത്വം അതെങ്ങനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെ പറ്റി എല്ലാം അറിയാമെന്ന് കയറി പറയും. ചിലർക്ക് അറിയാമായിരിക്കും കേട്ടോ, ഇല്ലെന്നല്ല. എനിക്കറിയത്തില്ല, പിന്നെ ലോകത്തിൽ ആർക്കും അറിയുന്നതിൻ്റെ അർത്ഥം അറിയാവുന്നവരുണ്ടായിരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം യഹോവയായ ദൈവം, പിതാവായ ദൈവവും കർത്താവായ യേശു ക്രിസ്തു പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവ് ട്രിനിറ്റിയിൽ മൂന്നാമത്തെ ആളുമാണ്.
അപ്പം കർത്താവ് പിതാവ് എന്ന് വിളിച്ചത് യഹോവയായ ദൈവത്തെയാണ് ഉം. എന്ന് മനസ്സിലാക്കാൻ മതിയായ കാരണങ്ങളും തെളിവുകളും വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഉം. അതിനപ്പുറത്തേക്ക് അത് കയറി അന്വേഷിക്കാൻ പോയിട്ടൊന്നും സാധിക്കാനില്ല. ഉം. ആ അറിവിൽ തൃപ്തനായിരുന്നാൽ നല്ലതാണ്. Yes. Yes, Okay. that is the answer. Thank you very much, sir. അടുത്ത ചോദ്യം, എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഉം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക എന്നെഴുതിയിരിക്കുന്നു. ഈ 2 വാക്യങ്ങളിൽ ഒരു വൈരുദ്ധ്യത കാണുന്നു. ഇതിനൊരു വിശദീകരണം തരാമോ? ആ 2 വാക്യങ്ങളിൽ ഒരു വൈരുദ്ധ്യത ഇല്ലെന്നുള്ളതാണ് വിശദീകരണം. എങ്ങനെയാണെന്ന് വെച്ചാല് ഇത് രണ്ടിടത്തും 2 കാര്യമാണ് പറയുന്നത്. ഓക്കെ. എഫെസ്യ ലേഖനത്തില് നമുക്ക് പോരാട്ടമുള്ളത് എഫെസ്യ ലേഖനത്തിലല്ലോ, പിന്നെ 1-ാമത്തെ പരിഗണന കൊലോസ്യർ എഴുതുന്നതാണോ അതോ എഫെസ്യ എഴുതുന്നതാണോ? എഫെസ്യ ലേഖനം നമുക്ക് പോരാട്ടമുള്ളത് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട് അധികാരങ്ങളോട് ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട് സ്വർഗ്ഗങ്ങളുടെ ദുഷ്ടാത്മസേന എന്ന് പറയുന്നത് 4 കാറ്റഗറീസ് ഓഫ് ഈവിൾ സ്പിരിറ്റ്സ് ആണ് അവരുടെ പോരാട്ടമുള്ളത്. അത് ഈവിൾ സ്പിരിറ്റ്സിന്റെ കാറ്റഗറി പറയാം. ഗലാത്യലേഖനത്തിൽ വാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാര്, നമ്മുടെ പാർലമെന്റ്, നമ്മുടെ ഭരണസഭകള്, നിയമനിർമ്മാണ സഭകള്, അവര് നാട് വാഴുന്നേ, അവരുണ്ടാക്കുന്ന നിയമം അനുസരിക്കാനുള്ളതാണത്. ടാക്സ് ഒക്കെ കൊടുക്കണമെന്ന്. ആ നിയമങ്ങൾക്ക് നീ കീഴടങ്ങിയിരിക്കണം. ഈ ലോകത്തിലെ നമ്മുടെ സുപ്പീരിയേഴ്സിന്, ഈ ലോകത്തിലെ ഭരണാധികാരികളും ഭരണകൂടങ്ങൾക്കും കീഴടങ്ങിയിരിക്കണം. അവിടെ വഴക്കുണ്ടാക്കാൻ പോകരുത്. ഇത് രണ്ടില്ലയോ? ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ എങ്ങനെ കോൺട്രഡിക്ട് ചെയ്യുന്നത്? Thank you very much, sir. It was a very clear answer. Thank you. അടുത്ത ചോദ്യം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ യഹോവ അവനോട്, അതായത് കയീനോട്, അതുകൊണ്ട് ആരെങ്കിലും കയീനെ കൊന്നാൽ അവൻ 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. കയീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു. ചോദ്യം ഇതാണ്: കയീനെ കൊല്ലാനിരുന്നവർ ആരായിരുന്നു? രണ്ടാമത്, യഹോവ അവന് വെച്ച അടയാളം എന്തായിരുന്നു? അത് ഈ നമ്മൾ മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ്. അങ്ങനെ ഞാൻ പറയാൻ കാര്യമാണ്, നമ്മളത് മറുപടി പറഞ്ഞില്ല എങ്കിൽ ഒരു സാധാരണ ദൈവത്തിൽ അതിന് മറുപടി ലഭിക്കാൻ സാധ്യത കുറവാണ്. അതിന് നമ്മൾ വേദപുസ്തകത്തെ പറ്റിയുള്ള അറിവ് ഇച്ചിരൊന്ന് എക്സ്പാൻഡ് ചെയ്തിരുന്നു. ലോകത്ത് ജനിച്ച മുഴുവൻ മനുഷ്യന്റെയും കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ലോകത്ത് സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പിന്നെന്താ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്? ആദാം എന്ന 1-ാമത്തെ മനുഷ്യനിൽ നിന്ന് 2-ാമത്തെ ഒടുക്കത്തെ ആദാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സംഭവങ്ങൾ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുമായിട്ട് കണക്ട് ചെയ്യാത്തതായ ഒരുപാട് ആളുകളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ എഴുതിപ്പോയ വേദപുസ്തകം എന്നൊരു സാധനം എന്തെങ്കിലും തീരുമോ? ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? ആലോചിക്കേ.
അപ്പം കായീനും ഹാബേലും മച്ചുറായ പ്രായമായ ആളുകളാണ്. അവര് ഇതിന് പോയിരുന്നുണ്ടായി. അതിനോട് ഇവർക്ക് ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. എന്തുകൊണ്ട്? സഹോദരിമാരോട് കല്യാണം കഴിക്കുന്നതാണ് അന്നത്തെ രീതി. ഇനി കല്യാണം കഴിപ്പിക്കുന്നുണ്ടായിരുന്നു ഒന്നുമില്ല. അവര് മച്ചുറാകുന്ന ആൾ ഒരു ജീവിക്കുന്നു. അവർക്ക് മക്കളുണ്ടാകുന്നു. നേഴ്സറി വിടണ്ട, കമ്പ്യൂട്ടർ പഠിപ്പിക്കണ്ട, ഫോൺ മേടിച്ചു കൊടുക്കണ്ട, ബൈക്ക് മേടിച്ചു കൊടുക്കണ്ട, മനസ്സിലായി, സൺഡേ സ്കൂളിൽ വിടണ്ട, ഒന്നും വേണ്ട. ഇവർക്ക് ആകെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? മത്തായി സുവിശേഷം 1-ാം അധ്യായം വായിക്കുന്നത് ബിഗാറ്റ് 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 ബിഗാറ്റ്. അവനെ ജനിപ്പിച്ച് ഇവനെ ജനിപ്പിച്ച് അവന് ജനിപ്പിയിലല്ല, വേറെ ഒരു പണിയില്ല അവർക്ക്. അപ്പൊ അങ്ങനെ ഈ 2 ഫാമിലിയും വളർന്നു വരിക. ഒന്ന് കാർഷിക കുടുംബം, മറ്റേത് മൃഗസമ്പത്തിന്റെ കുടുംബം. 2 ഫാമിലിയും വളർന്നു വരിക. ഒരു ദിവസം ഈ മൃഗങ്ങളെ വളർത്തുന്ന ആ കുടുംബത്തിന്റെ തലവനെ കാർഷിക കുടുംബത്തിന്റെ തലവും കൊന്നു. ആരോട് പകരം ചെയ്യും? ആരോട് പകരം ചെയ്യും? ഹാബേലിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവർ കൈ കൊന്നാൽ. ഇത്തരം മനസ്സിലാക്കാൻ റോക്കറ്റ് ടെക്നോളജി പഠിക്കാൻ വേണ്ടി ആവശ്യമുണ്ടോ? സിമ്പിളായ കാര്യമാണല്ലേ. അപ്പം കായീനെ കൊല്ലുന്നവൻ അത് ഹാബേലിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവർ. അവരുടെ കൊല്ലരുത്, നീ ദൂരെ പോയി താമസിച്ചോളാൻ പറഞ്ഞു. ആരും കൊല്ലാതിരിക്കാൻ അവന് ദൈവത്തിന്റെ അടയാളം വെച്ചു. അടയാളം, മുദ്ര. മുദ്ര എന്നുള്ളത് ഒരക്ഷരത്തിന്റെ പേരാണ്. ഇബ്രായ ഭാഷയിൽ ഒരക്ഷരത്തിന്റെ പേരാണ് മുദ്ര എന്ന് പറയുന്നത്. അവസാനത്തെ അക്ഷരമായ താവു, അത് അവന്റെ നെറ്റിയിൽ വരച്ചു വെച്ചു. അതിന്റെ അർത്ഥം ദൈവം അവന് വേണ്ടി, ദൈവം ഒരു പർപ്പസിന് വേണ്ടി വേർതിരിച്ചാൽ നിങ്ങൾ അവരൊന്നും ചെയ്യരുതെന്നാണ്. He has been consecrated for a purpose. Don't touch him, don't kill him. അതാണ് അടയാളം. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. താങ്ക് യു വെരി മച്ച് സർ. അടുത്തത് ഒരു ജനറൽ ചോദ്യമാണ്. പ്രവാചകന്മാർ സാമാന്യമായി പ്രവചനം പറയുമ്പോൾ ഒരു നിശ്ചിത ഡേറ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ സമയപരിധിയിൽ കർത്താവ് വരികയില്ല എന്നല്ലേ? ഇതിനൊരു വിശദീകരണം തരാമോ? തീർച്ചയായിട്ടും നല്ല ചോദ്യം, വളരെ ജെന്യുവൻ ഒരു ചോദ്യം. ഈ കർത്താവ് വരും എന്നുള്ള, ഇതിനിടവിക്കാൻ കർത്താവ് വന്നുകളെ എന്നുള്ളതുകൊണ്ട്, ഇതിനിടയ്ക്ക് മിക്കവാറും കർത്താവ് വരും എന്നുള്ളത് കൊണ്ട് ഒരു കാര്യവും നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യരുത്. മനസ്സിലായോ? കാരണം നമ്മൾ ഈ പെന്തക്കോസ്റ്റ് മൂവ്മെന്റ് ഒക്കെ തുടങ്ങി ഒരു 10-50 വർഷം കഴിയുമ്പോൾ നമുക്ക് പൈസയായി. ആദ്യം ഒരു കുട്ടപ്പാച്ചിയില്ല, എല്ലാം മാമനക്കറിയാം, മാമന്റെ ഗ്രാൻഡ് ഫാദർക്ക് അതിനകത്തുണ്ടായിരുന്നല്ലേ. അതൊന്നുമില്ല. പിന്നെ വളർന്നുള്ളി പ്രസ്ഥാനം 10-50 വർഷം കഴിഞ്ഞപ്പോഴേക്ക്. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ഹോസ്പിറ്റൽസ്, ആതുര സേവനങ്ങൾ, അനാശാലകൾ, ഇതൊക്കെ ഗവൺമെന്റിൽ നിന്ന് മേടിക്കാനുള്ള ഇതുണ്ട്, പിന്നെ അർഹതയുണ്ട്. പക്ഷെ എങ്ങനെ മേടിക്കാൻ പറ്റും? കാരണം എന്താ? കർത്താവിന് വരത്തില്ലെന്ന്. അമ്മേ, ഗവൺമെന്റ് അനുഭവം തന്നു. ഇപ്പൊ വസ്തുവും കെട്ടവും നമ്മളില്ലേ ഉണ്ടാക്കണ്ടേ? നമ്മൾ അമേരിക്ക പോയി പിരിച്ച് 50 കോടി പിരിച്ചുകൊണ്ട് വന്ന് 25 ഏക്കർ വസ്തുവും മേടിച്ച് കെട്ടിടത്തിന് കോൺട്രാക്ട് കൊടുത്ത് പണി നടന്നിരിക്കുമ്പോൾ കാകള് മരിച്ചു പോയില്ലയോ?
ഉം, അല്ലേ? ഉം. ഈ പോയത് കൊണ്ടോ അമേരിക്ക കൊണ്ടോ പിരിച്ചോണ്ടോ വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് അവസാനം കുമ്പനാട്ട് പഠിപ്പിക്കുന്നുണ്ട്, TG ഉപ്പച്ചൻ പഠിപ്പിക്കുക. എച്ചടാ, ഒരു കുടിവാഴ വെക്കാൻ മനസ്സനുവദിക്കുന്നില്ല. ഉം, ഈ കർത്താവിന്റെ വരവിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്മീഡിയസിയാണ്. ഉം. എപ്പം വരുമോ അറിയത്തില്ല, അറിയത്തില്ല. ഉം, അറിയത്തില്ല. എടാ, അതങ്ങോട്ട് ആലോചിച്ചൊരു കുടിവാഴ വെക്കാൻ മനസ്സ് വരുന്നില്ലെന്നാണ് ഉം. ഈ അപ്പച്ചൻ എന്ത് മനസ്സിലാക്കിയില്ല? കർത്താവിന്റെ നാള് ഏതുപോലാണ്? നോഹയുടെ പ്രളയം പോലാണ്. ഉം, പ്രളയം വരുന്ന നോഹ പ്രസംഗിക്കുക, ഉം, അല്ലേ? ഉം, അപ്പോഴും മക്കളെ പ്രസവിച്ച് വളർന്നുണ്ട്. ഉം, നോഹ പ്രസംഗിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഈ മക്കളെ ഇരിക്കുന്നത് എന്നിരിക്കട്ടെ, ഉം. മക്കളെ വളർന്നുണ്ട്. ഈ ചെക്കന്മാർക്ക് 3 പേർക്കും ലപ്പുണ്ട്, 3 ലവ് അഫയേഴ്സ് ഉണ്ട്. ഉം, മനസ്സിലെ അവളാരെ വിളിച്ചോണ്ട് പെട്ടെന്ന് കയറുന്നത്. ഉം. അപ്പം ഈ ഭൂമിയിൽ നാശം വിതയ്ക്കുന്നവരെ അവര് വിറ്റും നട്ടും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും. അല്ലേ? പ്രവചനം പറഞ്ഞ പ്രവാചകൻ ഇത്ര നാളിന് കൊണ്ട് സംഭവിക്കുന്ന കാര്യം പറയാം. ഉം, കർത്താവ് എപ്പോഴും പറഞ്ഞത് കർത്താവ് തീരുമാനിക്കുന്ന കാര്യമാണ്. ഉം, അതിന് പ്രവാചകൻ കയറി ഇടപെടരുത്, ടൈം വെക്കരുത്. ഉം. ഓരോ നിനക്കുകൾ നന്മ വരാനിരിക്കുന്നെങ്കിലും കർത്താവ് അതിനിപ്പുറം വരുമെന്നുള്ളത് കൊണ്ട് നിനക്ക് വരാൻ പോകില്ല. മകനെ, നിനക്ക് വലിയൊരു നന്മ വരാനിരിക്കുന്നു, പക്ഷെങ്കിൽ അത് 15 കൊല്ലം കഴിഞ്ഞേ വരത്തുള്ളൂ. കർത്താവ് അതിനിപ്പുറം വരികയും ചെയ്യും. അതുകൊണ്ട് നീ അത് നോക്കിയിരിക്കണ്ട എന്ന് പറയണോ? പ്രമാണമില്ല. കർത്താവ് താൻ വരുമ്പോൾ വന്നോളൂ. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരു കാര്യവും കർത്താവിന്റെ വരവ് കാരണം മുടക്കരുത് എന്നാണ് കർത്താവ് ഉപദേശിച്ചത്. യെസ്. ഓക്കെ. താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു വൺസ് അഗൈൻ.